ഹലോ ആൻഡ് വെൽക്കം ടു അപ്പച്ചൻ്റെ കലവറ. അപ്പോൾ ഇന്ന് നമ്മൾ കലവറയിൽ ഉണ്ടാക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് കറുമുറ ചിക്കൻ എന്നാണ് കേട്ടോ. ഇത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. ഇത് നിങ്ങൾക്ക് യൂട്യൂബിലൊന്നും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു റെസിപ്പിയാണ്. ഇത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഒരു കിലോ ചിക്കൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ തൈസാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിനെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഞാൻ നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ടോ, ചെറിയ കഷ്ണങ്ങളാണ്. അത് ചെറുതാക്കി നന്നായിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകി വാരി കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു സ്പൂൺ കാശ്മീരി മിർച്ചി പൗഡർ ഇടാം. പിന്നെ നമ്മളിടുന്നത് ഇതാണ് നമ്മുടെ കടലമാവ്. ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ 1.5 ടീസ്പൂൺ കടലമാവ് ഇട്ടു. മൈദാമാവ് ഒരു സ്പൂൺ മൈദാമാവ്. റൈസ് പൗഡർ, അരിപ്പൊടി, അത് ഒരു 2 സ്പൂൺ ഇടാം. ഇതെന്താണെന്നറിയോ, നമ്മുടെ കായം, ഒരു 1/2 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കാം. ഒരല്പം വിനാഗിരി, ഉപ്പ് ആവശ്യത്തിനുള്ളത് നോക്കിയിടണം. കുറച്ച് ഗരം മസാല, നമ്മളിവിടെ വീട്ടിൽ പൊടിച്ചെടുത്ത ഇറച്ചി മസാല, കുറച്ച് ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡർ, ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ, ഒരു ശകലം മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ. ഫൈനലി നമുക്ക് കുറച്ച് എന്തറിയാം, നമ്മുടെ കസൂരി മേത്തി, അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. എടുത്തൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് ഇങ്ങോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് ഞാനൊരു പ്രാവശ്യം ഡൽഹി വഴി നാട്ടിൽ പോയപ്പോഴത്തേന് എൻ്റെ അനിയൻ്റെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ എൻ്റെ കസിൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് അവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പം എല്ലാവരും പറയുകയും ചെയ്തു, ചിക്കൻ്റെ പല വെറൈറ്റി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈ ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് അതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു ചിക്കൻ 65 ആണോ എന്ന് ചോദിച്ചാൽ ചിക്കൻ 65 അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിനെ കറുമുറ ചിക്കൻ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം റെസിപ്പിയാണ്. നമുക്കൊരു 1/2 മണിക്കൂർ കഴിയുമ്പം അതിനെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ഇവിടെ റെസ്റ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്കിനി ഇവനെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചൊന്ന് തീ കത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
ശരിക്കും ഇച്ചിരി കുഴിവുള്ള പാത്രമാണ് നല്ലത്, കാരണം ഇത് മുങ്ങിക്കിടന്ന് ഫ്രൈ ആകുന്നതാണ് നല്ലത്. ഡീപ്പ് ഫ്രൈ ആണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചിക്കനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി ചിക്കനും കൂടെ നമ്മൾ വറുക്കാനിട്ടു. കുറച്ച് കഷ്ണങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പാത്രം നമ്മൾ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയെല്ലാം കൂടെ ആ സവാളയിലോട്ട് ഒന്ന് പിടിച്ചു വരാം. സവാള അരിഞ്ഞത് നമ്മൾ അതിൻ്റെ അകത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു ശകല ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ഞാനൊന്ന് ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ വറുത്ത് കോരിയ എണ്ണയിലേക്ക് ഈ സവാള ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് മൂപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ കുറുമുറ ചിക്കൻ ഇവിടെ റെഡിയാണ്. നമ്മുടെ ഇളയ പുത്രൻ അശ്വിൻ സ്കൂളിൽ നിന്ന് ഇങ്ങ് വന്നിട്ടേ ഉള്ളൂ. അവനെ ഒന്ന് വിളിക്കാം. അശ്വിൻ വന്നാടാ. ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മസാലയാ. ഈ ഓണിയൻസ് നല്ലതായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. വെരി യൂണീക്ക് ടേസ്റ്റ് ആയിരുന്നു. ഇതിന് മുമ്പേ ഞാൻ ഇതുപോലെ കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഡൽഹി പോയപ്പോഴത്തേന് നമ്മൾ അവിടെ വെച്ച് ഉണ്ടാക്കിയത് ഓർക്കുന്നുണ്ടോ നീ? അത് എനിക്ക് ഓർക്കാൻ പറ്റത്തില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ ഒരു വെറൈറ്റി ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിലൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ന് പറയുന്നതിന് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയുക. നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് തരുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. അപ്പം അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ ബൈ.